ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ ആ ഒട്ടയ്ക്ക് അടക്ക് എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഡെലിവറി ബോയ് ഒരു പാഴ്സൽ എടുത്തുകൊണ്ട് ഡെലിവറി ചെയ്യാൻ ഒരാളുടെ വീട്ടിലേക്ക് പോവാണ്. അത് ആരുടെ വീടാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ വീടാണ്. ഹീറോയുടെ പേര് ഗണ. ആ അപ്പാർട്ട്മെന്റ് ബിൽഡിങ്ങിലുള്ള എല്ലാവർക്കും നമ്മുടെ ഹീറോയെ വളരെ നന്നായി അറിയാം. ഈ ഡെലിവറി ബോയ് വന്ന് ഗണയുടെ വീട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗണയാണോ എന്ന് എല്ലാവരും ഹീറോയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. വളരെ ഫേമസ് ആയ ആളാണ് എന്ന് കരുതി ഡെലിവറി ബോയ് നേരെ ഗണയുടെ വീടിന്റെ വാതിൽ മുട്ടുന്നു. ഈ പാഴ്സൽ ഗണയ്ക്ക് വന്നതല്ല, ഗണയുടെ ചേട്ടന്റെ ഭാര്യയ്ക്ക് വന്നതാണ്. സത്യത്തിൽ ഹീറോ 40-ലധികം പെണ്ണ് കാണലുകൾ കഴിഞ്ഞ് എല്ലാ പെൺകുട്ടികളാലും റിജക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹീറോ ഈ അപ്പാർട്ട്മെന്റിൽ ഇത്ര ഫേമസ് ആയിട്ടുള്ളത്. ഹീറോയുടെ ഫാമിലിയിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ഹീറോയുടെ അമ്മ, ചേട്ടൻ, ചേട്ടന്റെ ഭാര്യ, ചേട്ടന്റെ മകൾ, പിന്നെ ഹീറോ. ഒരു കൂട്ടുകുടുംബമായിട്ടാണ് കഴിയുന്നത്. ചേട്ടന്റെ ഫാമിലി ഒരു കാറ് വാങ്ങണമെന്ന് പറഞ്ഞ് കുറെ നാളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് കല്യാണം ആവുക എന്നൊക്കെ ചേട്ടന്റെ മകൾ ചോദിക്കുമ്പോൾ അതിന് ഈശ്വരൻ വഴി പറയണം എന്ന് ചേട്ടന്റെ ഭാര്യ പറയുന്നുണ്ട്. അതിനുശേഷം കുടുംബം ഒന്നടങ്കം പെണ്ണ് കാണാൻ ഇറങ്ങാണ്. ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയ്ക്ക്. ഹീറോ ഇല്ലാതെയാണ് പെണ്ണ് കാണാൻ പോകുന്നത്. പോകുമ്പോൾ പോലും എപ്പോഴാണ് നമ്മൾ സ്വന്തം കാറിൽ പോവുക എന്ന് ചേട്ടന്റെ ഭാര്യ ഫീൽ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഫൈനലി പെണ്ണിന്റെ വീട്ടിലെത്തി. പെണ്ണിന്റെ വീട്ടിൽ ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയുടെ അമ്മ പറയുന്നത്, അയ്യോ ചെറുക്കൻ ഇയാളല്ല, ചെറുക്കന്റെ ചേട്ടനാണ് ഇയാൾ. ഇയാൾക്ക് കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, ചെറുക്കൻ ഇതുവരെ വന്നില്ല എന്ന്. ഇത് കേട്ട് പെൺ വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നു. ചെറുക്കനില്ലാതെയാണോ പെണ്ണ് കാണാൻ വന്നത് എന്ന് പറഞ്ഞ് നേരിട്ട് ചീത്ത പറയാതെ ഫോണിൽ ആരോടോ സംസാരിക്കുന്ന പോലെ ചീത്ത പറഞ്ഞവരെ പറഞ്ഞയക്കുന്നു. അവിടെ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഗവൺമെന്റ് ജോലിയാണ്, സബ് രജിസ്ട്രാർ ഓഫീസറാണ്. അവിടെ വന്ന റൗഡികൾ ഞാൻ പറയുന്നത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെന്റിൽ ഒപ്പിടാൻ പറയുന്നു. ഹീറോ ടെൻഷനായി അവരെയൊക്കെ ഇട്ട് പൊതിരെ തല്ലുകയാണ്. അതിലൊരു റൗഡി പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചോ, നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ രജിസ്ട്രാർ ഓഫീസിൽ തന്നെയായിരിക്കും, പക്ഷെ നിന്റെ ഭാര്യയും പിള്ളേരും വീട്ടിൽ തനിച്ചായിരിക്കും, അത് മനസ്സിൽ വെച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഇതുവരെ അവൻ സാധാരണ പോലെയാണ് അടിച്ചത്, പക്ഷെ പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞതുകൊണ്ട് അവൻ ഭയങ്കര കലിപ്പാകാൻ പോവുകയാണ് എന്ന്. ഹീറോ വീണ്ടും അവരെ ഇട്ട് പൊതിരെ തല്ലുകയാണ്. ആരും എനിക്ക് പെണ്ണ് തരുന്നില്ല, ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല. ഇതിനിടയിൽ ഭാര്യയും പിള്ളേരും വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ച് എല്ലാവരെയും വീണ്ടും തല്ലാണ്. അതിനുശേഷം ആ റൗഡികളുടെ കയ്യിൽ തന്നെ പുള്ളിയുടെ കാർഡൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും നല്ല ആലോചനകൾ ഉണ്ടെങ്കിൽ പറയണം, ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയാണ്. എന്നിട്ട് ഈ റൗഡികളെ വിളിച്ചിട്ട് ഒരു പ്രോപ്പർട്ടി ഇല്ലീഗലായി സ്വന്തമാക്കുന്നതും ഒരേ പെണ്ണിനെ 2 കല്യാണം കഴിപ്പിക്കുന്നതും തെറ്റാണ്, അതുകൊണ്ട് ഈ തെറ്റ് വീണ്ടും ചെയ്യരുത്. പിന്നെ നിങ്ങളാലാണ് ഈ ഗവൺമെന്റ് പ്രോപ്പർട്ടിയൊക്കെ പൊട്ടിയത്, അതിനുള്ള കാശ് എടുത്തു വെച്ചിട്ട് സ്ഥലം കാലിയാക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആ റൗഡികളെ പറഞ്ഞേക്കുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഒരാൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഹീറോയുടെ അസിസ്റ്റന്റ് കാശ് വാങ്ങിയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഞെട്ടലാണ്. ഈ പെൺകുട്ടിയെയാണ് ഹീറോയുടെ വീട്ടുകാർ അടുത്തായി പെണ്ണ് കാണാൻ പോയി കണ്ടുവച്ചിരുന്നത്. ആ പെൺകുട്ടി സ്വന്തം ബോയ്ഫ്രണ്ടിന്റെ കൂടെ കല്യാണം കഴിക്കാൻ വന്ന് നിൽക്കുകയാണ്. എന്ത് കഷ്ടമാണിത് എന്ന് ഹീറോ കരുതി ആ കല്യാണവും നടത്തി കൊടുക്കുകയാണ്. ആ പെൺകുട്ടി സ്വീറ്റ്സ് എടുത്തോളൂ ചേട്ടാ എന്ന് പറയുമ്പോൾ അവസാനം എന്നെ ചേട്ടനാക്കിയല്ലേ എന്ന് പറഞ്ഞ് ഹീറോ വളരെ ഫീൽ ചെയ്യാണ്. 1 തവണയോ 2 തവണയോ ആണെങ്കിൽ കുഴപ്പമില്ല. ഹീറോ 40-ലധികം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. കാണുന്ന എല്ലാ പെൺകുട്ടികളും ഹീറോയെ റിജക്ട് ചെയ്തു. ഹീറോയ്ക്ക് റിജക്ട് ചെയ്യാനുള്ള അവസരം പോലും ആരും കൊടുത്തില്ല. പിന്നെ ഹീറോ ആ പെൺകുട്ടി കൊടുത്ത സ്വീറ്റ് ബോക്സും വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അയൽവാസികൾ ഹീറോയോട് ചോദിക്കുകയാണ്, എന്താ ജോബ് പ്രൊമോഷൻ ആണോ അതോ പെണ്ണ് കിട്ടിയോ എന്ന്. എനിക്ക് പെണ്ണ് കിട്ടിയില്ല എന്നുള്ള സങ്കടത്തേക്കാൾ നിങ്ങൾക്കൊക്കെ മറുപടി പറയണല്ലോ എന്നുള്ള സങ്കടമാണ് കൂടുതലെന്ന് പറഞ്ഞ് ഹീറോ പുലമ്പിക്കൊണ്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയപ്പോൾ ഹീറോയുടെ ചേട്ടൻ ഈ കല്യാണ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഹീറോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഹീറോയുടെ ചേട്ടന്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഹീറോയ്ക്ക് അടുത്ത ബന്ധുക്കളിൽ നിന്ന് തന്നെ പെണ്ണ് നോക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അനിയത്തിയെ കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ടേക്ക് അയക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ പേര് സിദ്ധി. ഒരു ഹോസ്റ്റലിൽ താമസിച്ചാണ് ജോലി ചെയ്യുന്നത്. ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടി ചേർന്ന് ഇപ്പോൾ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഹീറോയിന്റെ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഫോൺ പിടിച്ചു വാങ്ങി ഒരു ഉമ്മ കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. എന്താടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇമോഷൻ ഒന്ന് സൗണ്ട് വേറൊന്ന്, അത് അവന് വ്യക്തമായി പോവും എന്ന് പറയാണ്. അവൻ ഇതുവരെ എന്നോട് പ്രപ്പോസ് പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ ലക്കിയാണ്, എല്ലാ പയ്യന്മാരും ഇതിനു വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കുന്നത് എന്ന് കൂട്ടുകാരി പറയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് ഹീറോയിൻ പറയുന്നു. ഇപ്പോൾ ഹീറോയും ഹീറോയുടെ അസിസ്റ്റന്റും ബീച്ചിൽ വന്നിട്ടുണ്ട്. അസിസ്റ്റന്റിന് ഫോട്ടോ എടുക്കണം എന്നുണ്ട്. ഹീറോ ഫോണിൽ ബിസിയാണ്. അവിടെ വന്ന ഹീറോയിന്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിക്കുകയാണ്. അവരും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അസിസ്റ്റന്റ് അബദ്ധത്തിൽ അവിടെയുള്ള വെള്ളത്തിൽ വീഴുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആരെങ്കിലും വന്ന് ഇയാളെ രക്ഷിച്ചാൽ അവർക്ക് ഞാൻ ഉമ്മ തരാം എന്ന് പറഞ്ഞതും ബീച്ചിലുള്ള ആണുങ്ങളെല്ലാം തിരക്കിട്ട് അയാളെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് പോവാണ്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ എല്ലാവരും അങ്ങനെയല്ല എന്ന് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ
അതെ, ഇപ്പോഴും പറയുന്നു എല്ലാവരും അങ്ങനെയല്ല, നോക്ക് അവൻ മാത്രം അവിടെ നിൽക്കല്ലേ എന്ന് ഹീറോയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഹീറോയിന് ഹീറോ ഒരു ജെന്റിൽമാനായി തോന്നാൻ തുടങ്ങുന്നു. ഉടനെ ഹീറോയിൻ പോയി ഒരു ഹഗ് കൊടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. ഈ പെൺകുട്ടി എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം നോക്കി നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് വീണെടുത്ത് നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണത്തിൽ പങ്കെടുക്കുകയാണ്. അവിടെ പോയി ഫ്രണ്ടിനോട് എന്താണ് നീ പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യാഞ്ഞത്, പെട്ടെന്ന് കല്യാണമൊക്കെ ഏർപ്പാടാക്കിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ തന്നെ പ്രോപ്പറായി ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ഈ മാട്രിമോണിയിൽ കണ്ട് ചേച്ചി പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് എന്ന് പറയുന്നു. ശരി വാ, എൻ്റെ അളിയനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് അവിടെ പോയി പ്രോപ്പറായി എല്ലാവരെയും പരിചയപ്പെടുത്തി എല്ലാവരും ആ വിവാഹ ചടങ്ങിൽ സന്തോഷമായിരിക്കുകയാണ്. ആ വിവാഹ ചടങ്ങിൽ നമ്മുടെ ഹീറോയുടെ ചേട്ടൻ്റെ ഭാര്യ എല്ലാവരുടെ അടുത്ത് പോയി ഞങ്ങളുടെ അളിയന് നല്ല പെണ്ണുണ്ടെങ്കിൽ പറയണം എന്ന് ചോദിച്ചു തുടങ്ങുകയാണ്. ആ കല്യാണത്തിന് വന്നൊരു പെൺകുട്ടിയെ നമ്മുടെ ഹീറോ ഭയങ്കരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയും പതുക്കെ ഗ്രീൻ സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നോക്കി ഒരു ആൻറ്റി വന്ന് ഹീറോയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അറിയുന്നത് ആ ആൻറ്റി ഹീറോയുടെ ക്ലാസ്മേറ്റ് ആണ്. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആ ആൻറ്റിയുടെ മകളാണ്. അതായത് ഹീറോയുടെ ക്ലാസ്മേറ്റിന് കല്യാണം കഴിഞ്ഞ് അവരുടെ മകൾക്ക് തന്നെ കല്യാണപ്രായമായി. പക്ഷേ ഹീറോയ്ക്ക് ഇതുവരെ കല്യാണമായില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതിനുശേഷം അവരെല്ലാവരും ഫംഗ്ഷൻ കഴിഞ്ഞ് കാറിൽ പോവാണ്. അപ്പോൾ ഒരാൾ സ്കൂട്ടറിൽ ഇടിക്കുന്ന പോലെ വന്ന് താഴെ വീഴാണ്. അപ്പോൾ ഹീറോയുടെ ഫ്രണ്ട് ഫ്ലൈറ്റിന് ടൈമായി, അവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞ് പോവാൻ പറയുന്നു. ഹീറോയും പോകുന്നുണ്ട്. നോക്കുമ്പോൾ ആ വ്യക്തി റോഡിൽ വീണ് അയാൾക്ക് വല്ലാതെ പരിക്കേറ്റിട്ടുണ്ട്, ചോരയും വരുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഹീറോയിന്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി വല്ലാതെ അപ്സെറ്റ് ആയിരിക്കുകയാണ്. എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കമ്പനിയിൽ സാലറി തരുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, വേറെ ജോലി നോക്കാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ജോലി കിട്ടുന്നില്ല എന്നും പറയുന്നു. ശരി, വിഷമിക്കണ്ട, എൻ്റെ കമ്പനിയിൽ തന്നെ ഞാൻ നിന്നെ ചേർക്കാം, പക്ഷെ എൻ്റെ കമ്പനിയിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്താൽ മാത്രമേ അവിടെ നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്നു. അതെന്ത് തന്നെയായാലും കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് ജോലി വേണം, കാരണം ഹോസ്റ്റൽ ഫീസ്, ഫുഡിൻ്റെ പൈസ എല്ലാം എനിക്ക് അടയ്ക്കണം എന്ന് പറയുന്നു. ശരി, കുഴപ്പമില്ല, ഞാൻ ജോലി വാങ്ങിത്തരാം എന്ന് ഹീറോയിൻ പറയാണ്. ആ പെൺകുട്ടി വളരെ ഹാപ്പിയാണ്. ഹീറോയുടെ ചേട്ടൻ്റെ ഭാര്യ വളരെ നാളുകളായി പുതിയ കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ. പെട്ടെന്ന് പുതിയ കാറിൽ വന്നിറങ്ങാണ്. എന്താ ഇത് പറയാതെ പുതിയ കാറ് വാങ്ങിയോ എന്ന് ഹീറോ ഞെട്ടലോടെ പോയി ചോദിക്കുകയാണ്. അപ്പോഴാണ് ചേട്ടൻ്റെ ഭാര്യ പറയുന്നത് ടെസ്റ്റ് ഡ്രൈവിങ്ങിനായി പോയതാണ്, അങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റിൽ പാർക്കിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോയി, അവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നു, ഇയാൾ പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പോയി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി വന്നു എന്ന്. വെജിറ്റബിൾസ് വാങ്ങാൻ വേണ്ടി കാറ് ടെസ്റ്റ് ഡ്രൈവിനായി എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നുണ്ടല്ലോ, 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല എന്ന് പറയാണ്. ശരി, എത്രയും പെട്ടെന്ന് പുതിയ കാറ് വാങ്ങാൻ ആശംസകൾ എന്നും പറയുന്നു. ഇപ്പോൾ ഹീറോയും അസിസ്റ്റന്റും ഒരിടത്ത് പെണ്ണുണ്ട് എന്ന് പറഞ്ഞ് പെണ്ണ് കാണാൻ പോവാണ്. അവിടെ ചെന്നാൽ ഡിവോഴ്സ് ആയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. പക്ഷേ ഹീറോ ആദ്യത്തെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹീറോയുടെ അസിസ്റ്റന്റ് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് എന്താണ് ഇല്ലാത്തതെന്ന് പറ, ഗവൺമെന്റ് ജോലിയുണ്ട്, കാണാനും കൊള്ളാം, സ്വന്തമായി വീടുമുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു പ്രൊഫൈൽ എടുത്ത് നിങ്ങളുടെ പ്രൊഫൈലുമായി മാച്ച് ചെയ്ത് നോക്ക്, ഒട്ടും മാച്ച് ആവില്ല. എന്തിന്, ഇപ്പോൾ വന്ന പ്രൊഫൈൽ മാച്ച് ചെയ്താൽ പോലും ഞങ്ങൾ കൺവിൻസ് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുക, ഡയറക്റ്റായി മാച്ച് ആവില്ല. ആ ലെവലിൽ പെൺകുട്ടികളുടെ പ്രതീക്ഷകൾ കൂടിയിട്ടുണ്ട് എന്ന് അവരും പറയാണ്. വളരെ സന്തോഷത്തോടെ പെണ്ണ് കാണാൻ വന്ന് അപ്സെറ്റായി മടങ്ങിയതാണ് ബാക്കി. ഈ ഒരു സാഹചര്യത്തിൽ ഹീറോയുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് ഹീറോയുടെ അസിസ്റ്റന്റ് വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ഹീറോയ്ക്ക് കല്യാണം ആയില്ല, പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയും ചേട്ടനും വളരെ വിഷമത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് പാത്രത്തിൽ തന്നെ കൈ കഴുകാണ്. പക്ഷെ ഹീറോയുടെ അസിസ്റ്റന്റ് കഴിക്കാമെന്ന് പറഞ്ഞ് കറിയൊക്കെ വിളമ്പാൻ പറയുന്നുണ്ട്. പക്ഷെ അവർ ഇല്ല, ഇവര് കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഭക്ഷണം വേസ്റ്റ് ആക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നതും ശരിയാണ്, ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, നാളെ ഈ ഭക്ഷണം വേറെ രീതിയിലുള്ള ഭക്ഷണമാക്കി മാറ്റാന്ന് പറഞ്ഞ് പ്ലേറ്റ് മാറ്റാണ്. ഹീറോയുടെ അസിസ്റ്റന്റിന് സങ്കടമായി, ഇയാൾക്കാണെങ്കിൽ വല്ലാതെ വിശക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയെ തനിയെ കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേരും ബിരിയാണി കഴിക്കുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഈ മാട്രിമോണി ഐഡിയ തന്നെ വരുന്നത്. അതെ, മാട്രിമോണി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൽ രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും പെണ്ണ് കിട്ടും എന്ന് പറഞ്ഞൊരു മാട്രിമോണി ഓഫീസിൽ പോവാണ്. അവിടെ ചെന്നാൽ അവിടുത്തെ ലേഡി പറയുന്നുണ്ട് ഈ മാട്രിമോണി ഓഫീസിൽ കാല് വെച്ചില്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെണ്ണ് കിട്ടിയിരിക്കും എന്ന്. ആണോ, അപ്പോൾ വളരെ സന്തോഷം, ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു. എന്തിനാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാല് വെച്ചാൽ പെണ്ണ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, കാല് വെച്ചല്ലോ, കാര്യം കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നു. തമാശ നിർത്തി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്ന് പറഞ്ഞ 3 പാക്കേജ് ഉണ്ട്. ഈ 3-ൽ ഏതെങ്കിലും ഒരു പാക്കേജ് തിരഞ്ഞെടുക്കുക എന്ന് പറയാണ്. ഈ 3-ലുള്ള ബെനിഫിറ്റ്സ് എന്താണ് എന്ന് ചോദിക്കുകയാണ്. സിൽവർ പാക്കേജിൽ 10 പേര് നിങ്ങളുടെ പ്രൊഫൈൽ നോക്കും, അതിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരെണ്ണം സെലക്ട് ആവും എന്ന് പറയുന്നു. ശരി, ഗോൾഡിൽ എന്ന് ചോദിക്കുമ്പോൾ 10 പേർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കും, നിങ്ങളെയും 10 പ്രൊഫൈൽ കാണിക്കും, നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ അത് ചൂസ് ചെയ്യാം, പക്ഷെ ഭാഗ്യമാണ് എന്ന് പറയാണ്. ശരി, പ്ലാറ്റിനം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് 10 പേരുടെ നമ്പർ തരും, നിങ്ങൾക്ക് 10 പേരോടും സംസാരിക്കാം, പക്ഷെ ഭാഗ്യമുണ്ടെങ്കിൽ സെറ്റ് ആകും എന്ന് പറയാണ്.
ആകെ മൊത്തം എല്ലാം ഭാഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് മനസ്സിലാവുന്നു. ശരി, മുകളിലേക്കും പോകണ്ട താഴേക്കും പോകണ്ട, ഗോൾഡ് പാക്കേജ് എടുക്കാം എന്ന് പറഞ്ഞ് ഗോൾഡ് പാക്കേജ് ഹീറോ ബുക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഹീറോയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ, അയാളെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഫോട്ടോ സെക്യൂരിറ്റിയെ കാണിക്കുമ്പോൾ അയാൾ നോക്കിയിട്ട് കുറച്ച് നാൾ മുമ്പ് അയാൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇല്ല, എങ്ങോട്ടേക്ക് പോയെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ പോലീസ് ഓഫീസർ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റ് ഹീറോ വന്നിടിച്ച് പോലീസ് ഓഫീസറുടെ ഫോൺ താഴെ വീഴാണ്. എൻ്റെ മിസ്റ്റേക്കാണ്, ഞാനാണ് ശ്രദ്ധിക്കാതെ വന്നിടിച്ചത് എന്ന് പറഞ്ഞ് ഈ പോലീസ് ഓഫീസർ നിങ്ങൾ ഏത് ഏരിയയിലുള്ള ആളാണ്, ഇയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഫോണിൽ ഫോട്ടോ കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഫോൺ വർക്കാവുന്നില്ല. ശരി, ഓക്കെ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഈ പോലീസ് ഓഫീസർ പോവാണ്. ഈ പോലീസ് ഓഫീസർ എന്തിനാണ് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ അന്വേഷിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ആ മാട്രിമോണി സൈറ്റിൽ നിന്നും ആരോ പ്രൊഫൈൽ അയക്കാൻ തുടങ്ങുന്നു. ഈ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അവരെ കോൾ ചെയ്ത് സംസാരിക്കാം എന്ന് പറയുന്നു. ഹീറോയും വന്ന പ്രൊഫൈലിലേക്ക് കോൾ ചെയ്യുന്നു. കോൾ ചെയ്തപ്പോൾ ഹീറോയ്ക്ക് വല്ലാത്തൊരു ഞെട്ടൽ. 4-5 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്ത പ്രൊഫൈലൊക്കെയാണ് ഹീറോയുടെ അടുത്തേക്ക് ഇട്ടിരിക്കുന്നത്. അവർക്കൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. ഇപ്പോൾ ഇയാൾ കോൾ ചെയ്ത് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആൻറ്റിക്കാണ് കോൾ പോകുന്നത്. അടുത്ത വീട്ടിലെ ആൻറ്റിക്കും ഭർത്താവിനും തമ്മിൽ ഒരേ വഴക്ക്. എന്താണെന്ന് നോക്കാൻ ഹീറോയുടെ ചേട്ടന്റെ ഭാര്യ പോകുമ്പോഴാണ് പറയുന്നത്, കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഒരുത്തൻ ഫോൺ വിളിച്ച് പെണ്ണ് ചോദിക്കുന്നുവെന്ന്. ആരാവൻ, അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ ചേട്ടന്റെ ഭാര്യ ആ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു വാങ്ങാണ്. നോക്കുമ്പോൾ അത് നമ്മുടെ ഹീറോയുടെ നമ്പറാണ്. എന്താണ് ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മാട്രിമോണി സൈറ്റിൽ നിന്ന് തന്നാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ എന്ന് പറയാണ്. ഹീറോയുടെ ചേട്ടന്റെ ഭാര്യയാണ് ആ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയോ ഹീറോയെ രക്ഷിക്കുന്നത്. അതിനുശേഷം ഹീറോയ്ക്ക് വല്ലാത്ത ദേഷ്യം വരാണ്. നേരെ ആ മാട്രിമോണി ഓഫീസിൽ പോയി വഴക്കിടാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയെ ഹാൻഡിൽ ചെയ്യുന്ന ലേഡി സോറി ചോദിക്കുന്നുണ്ട്. ഇത് ഹ്യൂമൻ എറർ സംഭവിച്ചതാണ്, ഇങ്ങനെയൊന്നും നടക്കാറില്ല, അവരൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പറയാതെ വിട്ടുപോവാണ്, അതുകൊണ്ടാണ് ആ പ്രൊഫൈലൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഇത് നടക്കാതിരിക്കാൻ നിങ്ങൾ പ്ലാറ്റിനം പ്ലാനിൽ ജോയിൻ ചെയ്യണം. കുറച്ചുകൂടി അധികം പണം അടക്കേണ്ടി വരും, പക്ഷെ അവിടെ ജെനുവിനായ വെരിഫൈഡ് പ്രൊഫൈൽ മാത്രം നിങ്ങൾക്ക് കിട്ടും. അതിൽ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 10 പ്രൊഫൈൽ അയക്കും. ആ പ്രൊഫൈലിലുള്ളവരെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ആ 10 പേരിൽ ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അവരുമായി സംസാരിച്ച് കല്യാണം കഴിക്കാം എന്ന് പറയാണ്. ഇത് കേട്ടതും ഹീറോയ്ക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. കാരണം ഇതുവരെ 40 പെൺകുട്ടികൾ ഇയാളെ റിജക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 പ്രൊഫൈലുണ്ട്. ഈ 10 പേരിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. 9 പേരെ റിജക്ട് ചെയ്യാൻ പോകുന്നു. ആദ്യമായി റിജക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്. ആദ്യത്തെ പ്രൊഫൈൽ തന്നെ നമ്മുടെ ഹീറോയെ സർപ്രൈസ് ചെയ്യാണ്. അത് ഹീറോയിന്റെ പ്രൊഫൈൽ തന്നെയാണ്. ഒരിക്കൽ ബീച്ചിൽ വെച്ച് ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്തിട്ട് പോയത് ഓർമ്മ വരുന്നു. ഈ പെൺകുട്ടിയെ തന്നെ ഓക്കെ ആക്കാം എന്ന് പറഞ്ഞ് ഹീറോ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യാണ്. അവിടേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. 2 പേരും പരസ്പരം പരിചയപ്പെടുന്നു. അപ്പോഴാണ് ഹീറോയിനും നമ്മൾ 2 പേരും മുൻപ് കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, ഞാൻ ഫിക്സ് ചെയ്തു, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം പോരല്ലോ, എനിക്ക് ഇഷ്ടമാവണ്ടേ. നിങ്ങളിങ്ങനെ 10 പ്രൊഫൈൽ നോക്കുന്നു, അതുപോലെ ഞാനും 10 പ്രൊഫൈൽ നോക്കുന്നുണ്ട്. ആദ്യത്തെ ആളാണ് നിങ്ങൾ. ബാലൻസ് 9 പേരുണ്ടല്ലോ, നിങ്ങളും പോയി ആ 9 പേരെ കാണും, ഞാനും പോയി ആ 9 പേരെ കാണാം. ആരെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അവരെ കല്യാണം കഴിച്ചോളൂ എന്ന് ഹീറോയിൻ പറയുന്നു. ഇല്ല, എനിക്ക് നിങ്ങൾ തന്നെയാണ് കംഫർട്ടബിൾ എന്ന് ഹീറോ വാശി പിടിക്കുന്നു. ഇപ്പോൾ ഹീറോ ഈ വിവരങ്ങളൊക്കെ അസിസ്റ്റന്റിനോട് പറയുന്നു. അസിസ്റ്റന്റ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിനക്കൊക്കെ പെണ്ണ് കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ്, മര്യാദയ്ക്ക് പോയി ബാക്കിയുള്ള 9 പേരെയും കണ്ടിട്ട് വാ, ഈ അവസരമൊന്നും എപ്പോഴും കിട്ടില്ല എന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട എന്ന് ഹീറോ പറയാണ്. പക്ഷെ ഹീറോയുടെ അസിസ്റ്റന്റ്, ഞാൻ നിന്നെ കോൾ ചെയ്ത് ഏർപ്പാടാക്കാം, മര്യാദയ്ക്ക് പോയി കണ്ടിട്ട് വാ എന്ന് പറയാണ്. ഹീറോ 2ാമത്തെ പെൺകുട്ടിയെ കാണാൻ കോഫി ഷോപ്പിൽ വരുന്നു. ആ പെൺകുട്ടി കല്യാണ വിഷയത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 2 പേരും സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് 2 പേരും കോഫി ഷോപ്പിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇവർ 2 പേരെയും കാണുന്നു. ഒരുപക്ഷെ ഹീറോയ്ക്ക് സെറ്റായോ എന്ന് ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട്. അതേസമയം ഹീറോയുടെ ചേട്ടന്റെ ഭാര്യ ഉണ്ടല്ലോ, അവരും ഇത് കാണുന്നുണ്ട്. ആ വഴി കാറി പോകുമ്പോൾ ഹീറോ പറയാതെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ആ പെൺകുട്ടിയുമായി വരികയാണോ എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഹീറോ ലിഫ്റ്റിൽ കയറുമ്പോൾ അടുത്ത വീട്ടിലെ അങ്കിൾ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ്, നിങ്ങളുടെ മകളെ തരുന്നുണ്ടെങ്കിൽ പറ എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞ അയാൾ വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. പെണ്ണിനെ കൊടുക്കില്ലത്രേ, പക്ഷെ എപ്പോഴും കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യത്തിൽ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വാതിൽക്കൽ മുട്ടുമ്പോൾ ഹീറോയുടെ ചേട്ടന്റെ ഭാര്യ ആരതി തട്ടുമായി നിൽക്കുകയാണ്. ആ പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഹീറോ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഞാൻ മാട്രിമോണി സൈറ്റിലാണ് ആ പെൺകുട്ടിയെ കണ്ടത്. ആ പെൺകുട്ടി കല്യാണ വേഷത്തിൽ തന്നെയാണ് എന്നെ കാണാൻ വന്നത്. ആ പെൺകുട്ടിയുമായി സെറ്റാവില്ല എന്ന് എനിക്ക് തോന്നി എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ ബസ് സ്റ്റോപ്പിൽ വരികയാണ്. അവിടെ ഹീറോയിൻ നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടി നിങ്ങൾക്ക് സെറ്റായോ എന്ന് ഹീറോയിൻ ചോദിക്കുകയാണ്. സെറ്റൊന്നും ആയില്ല, എനിക്ക് നിങ്ങളെ തന്നെയാണ് ഇഷ്ടം, നിങ്ങളെ തന്നെയാണ് വേണ്ടത്, അതുകൊണ്ടാണ് നിങ്ങളുടെ പിന്നാലെ വരുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ നോ പറഞ്ഞില്ലേ, എനിക്ക് ബാക്കി 9 പേരെ കാണണ്ടേ എന്ന് പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഓക്കെ പറയുന്നവരെ ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ നടക്കും എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ പിന്നാലെ ഹീറോ നടക്കുകയാണ്. അത് ഹീറോയിൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ പറഞ്ഞതുപോലെ തന്നെ ബാക്കി 9 പയ്യന്മാരെ കാണാൻ തുടങ്ങുന്നു. ഹീറോയിന് ആരെയും ഇഷ്ടപ്പെടുന്നില്ല, ഓരോരുത്തരെയായി റിജക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അവസാനം അവൾക്ക് നമ്മളെ മാത്രമേ ഇഷ്ടാവൂ, നമ്മളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ഹീറോ വിചാരിക്കുകയാണ്.
ഇപ്പോൾ ഹീറോയിനും ബീച്ചിൽ മീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹീറോയെ കാണാനില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ വരികയാണ്. എന്താണെന്ന് നോക്കുമ്പോൾ ഹീറോയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു. ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹീറോ ഒരാളെ ഇടിച്ച് ആക്സിഡന്റ് ആക്കിയല്ലോ ആ വ്യക്തിയെയും കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി ഹീറോയെ കാണിച്ച് കൈ ചൂണ്ടുന്നുണ്ട്. പക്ഷെ അവിടെയുള്ളവർ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ആശ്വസിപ്പിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റൊരു ഭാഗത്ത് ഹീറോയുടെ അമ്മ കണ്ണ് തുറക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം കണ്ട് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നു. ഹീറോയ്ക്ക് വല്ലാതെ സങ്കടം. അവിടെ കട്ട് ചെയ്താൽ ഈ മാട്രിമോണി കമ്പനി ഉണ്ടല്ലോ, നന്നായി പെർഫോം ചെയ്യുന്നവരെല്ലാം വിളിച്ച് ആദരിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ മാട്രിമോണി കമ്പനിയുടെ ഓണർ ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. ആ പെൺകുട്ടി വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. ഈ മാട്രിമോണി സൈറ്റിൽ ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. ആ പെൺകുട്ടികൾ ആരും ബ്രൈഡ്സ് അല്ല, ഫേക്ക് ബ്രൈഡ്സ് ആണ്. അവർ മണവാളിനെ മണവാട്ടിയെ പോലെ കണ്ട് പയ്യന്മാരെ റിജക്ട് ചെയ്യണം. അതാണ് അവരുടെ ജോലി തന്നെ. അതായത് ഈ മാട്രിമോണി സൈറ്റിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്യുമല്ലോ, അവരിൽ നിന്ന് കാശ് വാങ്ങും. പക്ഷെ അവർ റിജക്റ്റ് ആകുന്നതും സെലക്ട് ആവുന്നതും അവരുടെ ഭാഗ്യം പോലെയല്ലേ. റിജക്റ്റ് ആയാലും സെലക്ട് ആയാലും ഇവർക്ക് വരുമാനം വരിക തന്നെ ചെയ്യും. പക്ഷെ ഈ മാട്രിമോണി സൈറ്റിൽ പെൺകുട്ടികളില്ലെങ്കിൽ ആരും ഇതിൽ ജോയിൻ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ആളുകളുണ്ടെന്ന് കാണിക്കാൻ ഒരുപാട് പെൺകുട്ടികൾക്ക് ശമ്പളം കൊടുത്ത് ഫേക്ക് ബ്രൈഡായി വെച്ചിരിക്കുകയാണ്. അതിലൊരാളാണ് നമ്മുടെ ഹീറോയിൻ. ഈ മാട്രിമോണി കമ്പനിയിൽ 80 പെൺകുട്ടികൾ ഫേക്ക് ബ്രൈഡ്സ് ആയിട്ടുണ്ട്. അതായത് യഥാർത്ഥ പെൺകുട്ടികളെ അല്ല, വ്യാജ പെൺകുട്ടികൾ, വ്യാജ പ്രൊഫൈലുകൾ. ഇവരുടെ ജോലി തന്നെ പയ്യന്മാരെ റിജക്ട് ചെയ്യുക എന്നത് മാത്രമാണ്. ഒരാൾക്കൊരു പയ്യൻ എന്ന നിലയിൽ പോലും 80 പേരെ ഇവർ നിസ്സാരമായി പറ്റിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാവുന്നു. അതിൽ ഹീറോയും ഒരാളാണ്. അതും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ വരെ കാശിന് വേണ്ടി ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അവിടെ കട്ട് ചെയ്താൽ ഹീറോയുടെ വീട്ടിലേക്ക് ചേട്ടന്റെ ഭാര്യയുടെ അനിയത്തി വന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് കല്യാണം ആവുന്നവരെ നമ്മുടെ അനിയത്തി ഇയാളുടെ കണ്ണിൽ പെടാതെ നോക്കണം എന്ന് വിചാരിക്കുകയായിരുന്നു. പക്ഷെ അവൾ ബാഗും എടുത്ത് വന്നിരിക്കുകയാണ്, ഇവിടെ നിന്നും എന്തോ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. എന്ത് ചെയ്യും എന്ന് ചേട്ടന്റെ ഭാര്യ ആലോചിച്ച് നിൽക്കുമ്പോൾ ഹീറോയും അനിയത്തിയും കൂടി വളരെ സന്തോഷത്തിൽ സംസാരിച്ച് കളിക്കുകയാണ്. അതിനുശേഷം ഹീറോ തന്നെ ഞാൻ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. നീ വീട്ടിൽ വന്നതിൽ വളരെ സന്തോഷം, അമ്മയൊക്കെ എനിക്ക് കല്യാണം ആയില്ല എന്ന് പറഞ്ഞ് വളരെ വിഷമത്തിലായിരുന്നു, നീ വന്ന ഉടനെ എല്ലാവരും ഹാപ്പി ആയി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുടെ പേര് പറയാതെ സിദ്ധി എന്ന് പറയുന്നു. സിദ്ധിയോ? എന്താ സംസാരത്തിനിടയിൽ വേറൊരു പെൺകുട്ടിയുടെ പേരൊക്കെ വരുന്നത്? അപ്പം നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ആ പെൺകുട്ടിയെ വിട്ട് കളയരുത്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവിടെ നിന്നും പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരാളെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ട്. ആ വ്യക്തി വേറെ ആരുമല്ല, ഹീറോ കാർ ആക്സിഡന്റിൽ തള്ളിയിട്ടിട്ട് പോയല്ലോ ആ വ്യക്തിയാണ്. വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ പറയുന്നുണ്ട് ഇനിയും 10 ലക്ഷം രൂപ ചെലവാകും, എമൗണ്ട് റെഡിയാക്കി കൊണ്ടുപോവാ എന്ന്. 10 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും എന്ന് ഹീറോയിൻ ആലോചിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ മാട്രിമോണിയിൽ പുതിയതായ ഒരാൾ വന്നിട്ടുണ്ട്. ഇയാളുടെ പേര് സന്തോഷ് എന്ന് വെക്കാം. ഇയാളോട് ഹീറോയോട് പറഞ്ഞ അതേ ഡയലോഗ് ഒരു അക്ഷരം മാറ്റാതെ പറയാണ്. ഇയാളും ഇവർ സംസാരിക്കുന്ന കേട്ട് മയങ്ങി പ്ലാറ്റിനം പാക്കേജ് ബുക്ക് ചെയ്യുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഹീറോയുടെ ഫ്രണ്ടിന്റെ ചേച്ചി എന്നിവർ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഭർത്താവിനെ 2-3 ദിവസമായി കാണാനില്ല, എങ്ങോട്ടേക്ക് പോയി എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട്. ഫോട്ടോ ഉണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്. ഇവരും ഫോട്ടോ കൊടുക്കുകയാണ്. ഫോട്ടോ കണ്ടതും ഇൻസ്പെക്ടർ ഭയങ്കരമായി ഞെട്ടുന്നു. അന്ന് നിങ്ങളുടെ അടുത്തൊരു ഫോട്ടോ കാണിച്ച് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കാൻ വന്നില്ലേ, അത് ഇയാളാണ്. ഇവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ലവനായ ആളൊന്നുമല്ല. മാട്രിമോണി സൈറ്റിൽ പെൺകുട്ടികളെ പറ്റിച്ച് കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6 പെൺകുട്ടികളുടെ ജീവിതം ഇതുവരെ നശിപ്പിച്ചിട്ടുണ്ട്. ഇവനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ കണ്ടുപിടിക്കും എന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഹീറോയുടെ ഫ്രണ്ടിന്റെ ചേച്ചിക്ക് ഭയങ്കര ഞെട്ടൽ. മറ്റൊരു ഭാഗത്ത് ഹീറോയിൻ ജോലിക്ക് ചേർത്ത ആ പെൺകുട്ടി പറയുന്നു, ഞാൻ ഈ ജോലിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് പയ്യന്മാരെയൊക്കെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു പയ്യൻ എന്നെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടർച്ചയായി ഫോൺ വിളിച്ച് ടോർച്ചർ ചെയ്യുന്നു, ഇവിടെ വാ എന്ന് പറയുന്നു എന്ന്. അപ്പോൾ അവന് എന്നെ ഭയങ്കരമായി ഇഷ്ടമായിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്. ഇതൊക്കെ സാധാരണമാണ്. ഒരു കാര്യം ചെയ്യും, അവനെ നേരിട്ട് കണ്ട് എനിക്ക് വേറെ ആലോചന ഫിക്സ് ആയി എന്ന് പറഞ്ഞ് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യ് എന്ന് പറയുന്നു. ശരി, നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് സമാധാനാവില്ല, നമുക്ക് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഐസ്ക്രീം കഴിക്കാൻ പുറത്തേക്ക് വരുന്നു. ആ സ്ഥലത്തേക്ക് ഹീറോ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകളെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവർ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ജോളിയായി സംസാരിച്ച് നടന്നു വരുന്നു. അപ്പോഴും ഹീറോയ്ക്കും ഹീറോയിനും പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും അങ്ങനെ ഡ്യുവറ്റ് ഒക്കെ പാടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിൻ ഒരു ഫേക്ക് ബ്രൈഡ് ആണെന്നുള്ള വിവരം അറിയില്ല. ആ മാട്രിമോണി സൈറ്റിനെ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കട്ട് ചെയ്താൽ സന്തോഷ് എന്ന പുതിയ ആൾ ജോയിൻ ചെയ്തല്ലോ, അയാൾ ഗോൾഡ് പാക്കേജിലാണ് ജോയിൻ ചെയ്തത്. ആദ്യമായി ആ പെൺകുട്ടിയെ നേരിട്ട് തന്നെ കണ്ടേക്കാമെന്ന് പറഞ്ഞ് ബൊക്കെയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതേത് സ്ഥലമാണെന്ന് വെച്ചാൽ ഹീറോ ഒരിക്കൽ കോൾ ചെയ്തല്ലോ, അടുത്ത വീട്ടിലെ ആന്റിക്ക്, ആ സ്ഥലത്തേക്കാണ് ഇയാൾ വന്നിട്ടുള്ളത്. വന്ന സ്ഥലത്ത് വെച്ച് ഇയാളിട്ട് പൊതിരെ തല്ലാണ്. ആദ്യം ഫോൺ ചെയ്തു, ഇപ്പൊ നേരിട്ട് വരാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞിട്ട്. ഹീറോ ഈ കാര്യം മനസ്സിലാക്കി അയാളെ വിളിച്ച്, ഈ മാട്രിമോണി സൈറ്റിലാണോ രജിസ്റ്റർ ചെയ്തത്? അതിൽ ഹ്യൂമൻ എറർ ഉണ്ട്, ഒരു കാര്യം ചെയ്യേ, പ്ലാറ്റിനം പാക്കേജിൽ ജോയിൻ ചെയ്യേ, നിങ്ങൾക്കൊരു പ്രശ്നവും വരില്ല, വെരിഫൈഡ് പ്രൊഫൈൽസ് വരും എന്ന് പറയുന്നു. അങ്ങനെയാണോ എന്ന് പറഞ്ഞ് സന്തോഷം പോവാണ്.
ഇപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ ടോർച്ചർ ചെയ്യുന്ന പയ്യനെ മോളിൽ വെച്ച് കണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് കരുതി വന്നിരിക്കുകയാണ്. എനിക്ക് വേറൊരു പയ്യനുമായി കല്യാണം ഫിക്സായി, ഇനി ശല്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് നിന്നെ തന്നെ വേണമെന്ന് പറഞ്ഞ് അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി എൻ്റെ ബോയ് ഫ്രണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച ഉടനെ ആ ബോയ് ഫ്രണ്ടിനായിട്ട് വല്ലാതെ തല്ലാൻ തുടങ്ങുന്നു. അപ്പം നമ്മുടെ ഹീറോ അവിടെ വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഷോക്ക്. അവൻ വേറെ ആരുമല്ല, ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ്. അവനെ നന്നായി ഓടിച്ചിട്ട് പിടിച്ച് തല്ലി പോലീസിൽ ഏൽപ്പിക്കുന്നു. പോലീസുകാർ ഒരു പ്രസ് മീറ്റ് വെച്ച് പറയുന്നുണ്ട്, 6 പെൺകുട്ടികളെ പറ്റിച്ചവനെ ഞങ്ങൾ പിടിച്ചു, കൂടുതൽ അന്വേഷണം നടത്തി എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാമെന്ന്. ഇപ്പോൾ ഹീറോയുടെ അമ്മ ഹീറോയുടെ ജാതകം നോക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ജോത്സ്യൻ പറയുന്നുണ്ട്, ഇനി 25 ദിവസത്തിനുള്ളിൽ ഹീറോയ്ക്ക് കല്യാണം നടന്നില്ലെങ്കിൽ അവസാനം വരെ ഇയാൾ ബ്രഹ്മചാരിയായിരിക്കേണ്ടി വരും എന്ന്. ഉടനടി ഹീറോയുടെ അമ്മ ഹീറോയ്ക്ക് ഫോൺ വിളിച്ചിട്ട് ജോത്സ്യൻ പറയുന്നുണ്ട്, 25 ദിവസമേ സമയമുള്ളൂ, അതിനുള്ളിൽ ഏതെങ്കിലും പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കടാ എന്ന് പറയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോ മാട്രിമോണി സൈറ്റ് കൊടുത്ത പ്രൊഫൈലിലെ 3ാമത്തെ പെൺകുട്ടിയെ കാണാൻ വരുന്നു. അപ്പോൾ അതേ കോഫി ഷോപ്പിലേക്ക് ഹീറോയിനും ഒരു പയ്യനെ കാണാൻ വന്നിട്ടുണ്ട്. ഹീറോ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് ഹീറോയിൻ നോക്കി നിൽക്കുകയാണ്. ഹീറോയിന് ഒരു പൊസസീവ്നെസ് തോന്നി തുടങ്ങുന്നു. പക്ഷേ ഹീറോയെ കാണാമെന്ന പെൺകുട്ടി എല്ലാത്തിനും ഓക്കെ, ഹീറോയെ കല്യാണം കഴിക്കാമെന്ന ലെവലിൽ സംസാരിക്കുകയാണ്. ഹീറോ ആലോചിച്ചിട്ട് പറയാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം ഹീറോയിൻ ഹീറോയുടെ മേൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ കല്യാണ വേഷത്തിൽ ഒരു പെൺകുട്ടി ഹീറോയെ കാണാൻ വന്നില്ലേ, അതേ പെൺകുട്ടി തന്നെ സന്തോഷിനെയും കാണാൻ കോഫി ഷോപ്പിൽ വന്നിരിക്കുന്നു. അദ്ദേഹം കല്യാണം കഴിക്കാമെന്ന മൈൻഡിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഉടനെ കല്യാണം കഴിക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷേ കല്യാണ വേഷത്തിൽ വന്ന പെൺകുട്ടിക്ക് ഓൾറെഡി കല്യാണം കഴിഞ്ഞതാണ്. ഭർത്താവിന്റെ കൂടെയാണ് ആ സ്ഥലത്തേക്ക് തന്നെ വന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ടു കൂടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു, അമ്മയുടെ അടുത്തൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഹീറോ ഒരു പെൺകുട്ടിയുമായി വന്നിരിക്കുന്നുവെന്ന്. നല്ല കാര്യത്തിനാണോ എന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഹീറോ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലുള്ള എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം നല്ല വ്യക്തിയാണ്, ഗവൺമെന്റ് ജോലിയുണ്ട്, നന്നായി സമ്പാദിക്കുന്നുണ്ട്, സ്വന്തമായി വീടുണ്ട്, എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുവരെ കല്യാണം കഴിക്കാതിരിക്കുന്നു, എന്തുകൊണ്ട് ഇത്ര വർഷം വൈകി എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഹീറോയുടെ അമ്മ ഒരു കഥ പറയാൻ തുടങ്ങുന്നത്. ഹീറോയുടെ അച്ഛൻ സെറ്റിൽ ആവുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ആ തെറ്റ് നീയും ചെയ്യരുത്, സെറ്റിൽ ആയതിനു ശേഷം നീ കല്യാണം കഴിച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അച്ഛൻ മരിച്ചുപോയി. വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹീറോ ഏറ്റെടുത്ത് എല്ലാം ശരിയാക്കിയതിനു ശേഷം ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ആ പെൺകുട്ടി പ്രണയിച്ച പയ്യന്റെ കൂടെ അവസാന നിമിഷം ഒളിച്ചോടിപ്പോയി. ആ കുടുംബം വളരെ സങ്കടപ്പെട്ടിരുന്നു. ഇനി ഞങ്ങളുടെ 2ാമത്തെ പെൺകുട്ടിയെ ആര് കല്യാണം കഴിക്കും എന്നാലോചിച്ചിട്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, പെണ്ണ് ഒളിച്ചോടി എന്ന് പറഞ്ഞാലല്ലേ ആ പെൺകുട്ടിക്ക് കല്യാണം നടക്കാതിരിക്കൂ, ചെറുക്കൻ ഒളിച്ചോടി എന്ന് പറഞ്ഞോളൂ എന്ന് പറയുന്നു. ആ പഴി മുഴുവൻ ഹീറോ ഏറ്റെടുത്ത് അവൻ ഒളിച്ചോടിയതായി കാണിച്ചു. അതിനുശേഷം എത്രയോ പെൺകുട്ടികളെ കാണുന്നു. ഒരു പെൺകുട്ടിക്കും ഇവനെ ഇഷ്ടാവുന്നില്ല, റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശരി, താൻ കാരണം അനിയന്റെ കല്യാണം മുടങ്ങണ്ടായെന്ന് കരുതി അനിയനെ ഉടനെ പെണ്ണ് നോക്കി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് വരെ പെണ്ണ് കിട്ടാത്ത ഒരുപാട് പെൺകുട്ടികളാൽ റിജക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നീ അവനെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് ഹീറോയുടെ അമ്മ ഹീറോയിനോട് സംസാരിക്കുന്നു. ഇപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത്, നമ്മൾ നിസ്സാരമായി ചെയ്യുന്ന റിജക്ഷൻ ഒരു കുടുംബത്തിൽ എത്ര വലിയ സങ്കടമാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനുശേഷം ഹീറോയിന്റെ റൂംമേറ്റും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്, നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന്. ഇതുവരെ തെറ്റ് ചെയ്തു, ഇനി മുതൽ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നവർ ചിന്തിക്കുകയാണ്. ഉടനെ ഹീറോയെ മീറ്റ് ചെയ്തിട്ട്, ഇത് ഞാൻ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, എന്നാലും പറയാണ്, എൻ്റെ അച്ഛന് സുഖമില്ല, അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യണം, അതിന് 10 ലക്ഷം രൂപ ചെലവാകും എന്ന് പറയുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. നീ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്ത് നിനക്ക് കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞ് ഹീറോ പണം അറേഞ്ച് ചെയ്യാൻ നോക്കുന്നു. അവളുടെ അച്ഛൻ്റെ ഫോട്ടോ കാണുമ്പോഴാണ് ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്, അന്ന് കാറിൽ പോകുമ്പോൾ ഇടിച്ച വ്യക്തിയാണിതെന്ന്. ഇപ്പോൾ വീട്ടിൽ പോയി ഹീറോ ഈ കാര്യം പറയാണ്. അന്ന് നമ്മൾ കല്യാണം കഴിഞ്ഞ് കാറിൽ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഈ വ്യക്തി വന്നു, ഇടിക്കുന്ന പോലെ വന്ന് അവിടെയുള്ള മണലിൽ വീണു. അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചത്. അവസാനം ഇദ്ദേഹം നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനായിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ ചേട്ടൻ്റെ ഭാര്യ അവർ സമ്പാദിച്ചു വെച്ച പണം എടുത്തുകൊണ്ട് വരാണ്. നിങ്ങൾ പുതിയ കാർ വാങ്ങാൻ വേണ്ടി വെച്ച പണമല്ലേ, ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ, കാർ എപ്പോൾ വേണമെങ്കിലും വാങ്ങാലോ, എന്നാൽ ഒരു ജീവൻ ഇപ്പോഴല്ലേ രക്ഷിക്കാൻ പറ്റൂ, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഹീറോയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഉടനെ ആ പണവും എടുത്തുകൊണ്ട് പോവാണ്. അപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സംഭവം നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഹീറോയുടെ ഫ്രണ്ടിന്റെ ചേച്ചി ഞാൻ പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞ് കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നു. ആ സ്ഥലത്ത് ഹീറോ ഉണ്ട്. അവിടെ ഹീറോയിൻ വരുന്നുണ്ട്. നീ ചോദിച്ച പണം ഇതിലുണ്ട്, നീ എങ്ങനെയെങ്കിലും പോയി നിന്റെ അച്ഛനെ രക്ഷിക്കേ എന്ന് പറയാണ്. അപ്പോൾ അവിടെ എന്താ എത്ര തിരക്ക്, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഫ്രണ്ടിന്റെ ചേച്ചി മാട്രിമോണി സൈറ്റിൽ ഒരാളെ കണ്ട് പ്രണയിച്ച് കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ടു എന്ന്. അപ്പോൾ ഹീറോയിന് വല്ലാത്തൊരു ഗിൽറ്റ് ഫീൽ വരുന്നു. ഈ വിവരം വാർത്തയിൽ വരുമ്പോൾ ഇതേ മാട്രിമോണി സൈറ്റിൽ പറ്റിക്കപ്പെട്ടവരൊക്കെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഇത്ര രൂപ പറ്റിക്കപ്പെട്ടു എന്ന്, ഞാൻ ഈ പെൺകുട്ടി കാരണമാണ് പറ്റിക്കപ്പെട്ടതെന്ന്. ഒരാൾ ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേ പെൺകുട്ടിയുടെ ഫോട്ടോ മറ്റൊരുത്തൻ വെച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു.
ആ ഫോട്ടോ TV-യിൽ കാണിക്കുന്നു. നോക്കുമ്പോൾ അത് ഹീറോയിൻ്റെ ഫോട്ടോയാണ്. അയൽവാസികളൊക്കെ നിങ്ങളുടെ മരുമകൾ ഇത്ര വലിയ ഫ്രോഡാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറയാണ്. ഹീറോയ്ക്ക് വളരെ വിഷമാവുന്നുണ്ട്. അതിനുശേഷം ഹീറോ എങ്ങനെയെങ്കിലും ഹീറോയിനെ കാണുമെന്ന് പറഞ്ഞ് തനിയെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറോയിൻ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. സത്യത്തിൽ ഞാൻ പറ്റിച്ചതല്ല, ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്ന് ആ സ്കൂട്ടറിൽ ഇടിച്ച് താഴെ വീണ വ്യക്തി സ്കൂട്ടർ എടുത്ത് തിരിക്കുമ്പോൾ വണ്ടി റോഡിലേക്ക് വന്നു. ആ വഴി വന്ന ഞാൻ തന്നെയാണ് ഇടിച്ച് ആക്സിഡന്റ് ആക്കിയത്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി. അതിന് ഒരുപാട് പണം ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പണം അറേഞ്ച് ചെയ്തത്. ആ വ്യക്തി എൻ്റെ അച്ഛനെ അല്ല. പക്ഷെ ആ നിമിഷം മുതൽ ഞാൻ അദ്ദേഹത്തെ അച്ഛനായി കാണാൻ തുടങ്ങി. എനിക്ക് ആരുമില്ല, ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി എന്ന് ഹീറോയിൻ പറയുന്നു. അത് മാത്രമല്ല, ഹീറോയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഈ മാട്രിമോണി ഓണറോട് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് സാർ, ഇതെല്ലാം നിർത്താം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അയാൾ ഇതൊരു ബിസിനസ്സാണ്, ഇങ്ങനെ തന്നെ ചെയ്തേ മതിയാകൂ എന്ന് പറയുന്നു. ശരി, നിങ്ങൾ ബിസിനസ് ചെയ്യ്, ഇനി മുതൽ ഞാൻ ഈ കളിക്കില്ല എന്ന് പറഞ്ഞ് കമ്പനിയുമായി ബന്ധപ്പെട്ടതെല്ലാം ഹീറോയിൻ തിരികെ കൊടുത്തിട്ട് വന്നു. പക്ഷേ കമ്പനിയിൽ ഹീറോയിനെ വെറുതെ വിട്ടാൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിൻ്റെ ഫോട്ടോ റിലീസ് ചെയ്തത്. അതായത് കമ്പനി തന്നെയാണ് ഹീറോയിൻ്റെ മേൽ കുറ്റം ചുമത്തി റിലീസ് ചെയ്തത്. അതുകൊണ്ടാണ് ഹീറോയിൻ ഇത്രയും വലിയ ചീത്തപ്പേരായത്. അത് മാത്രമല്ല, ഹീറോയിൻ്റെ പേര് പറഞ്ഞ് കമ്പനി തന്നെയാണ് പണം തട്ടിയത്. ഹീറോയിൻ വിവരം അറിയാതെ കമ്പനിയിൽ നിന്നതാണ് സത്യം. വിവരം അറിഞ്ഞതിന് ശേഷം പുറത്തു വരണമെന്ന് കരുതി. പക്ഷെ പുറത്തു വിട്ടാൽ ആപത്താണ് എന്ന് പറഞ്ഞാണ് ഹീറോയിനെ അവരിങ്ങനെ കൊടുക്കിയത്. ഇപ്പോൾ എല്ലാവരും ഹീറോയിനെ വല വീശി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ തന്നെ ഹീറോയിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതാണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഈ കേസ് കോടതിയിൽ വരുന്നു. കോടതിയിൽ ഹീറോയിന് അനുകൂലമായി ഞാൻ തന്നെ വാദിക്കാമെന്ന് പറഞ്ഞ് ഹീറോ തന്നെ വാദിക്കുന്നു. ഹീറോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഈ മാട്രിമോണി കമ്പനി ഇല്ലാത്ത പെൺകുട്ടികളെ ഉണ്ടെന്ന് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ്. എന്നാൽ എതിർഭാഗം വക്കീൽ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ആധാർ കാർഡ് വെച്ചാണ് ഓരോ പ്രൊഫൈലും ഉണ്ടാക്കുന്നതെന്ന്. ഹീറോ പറയുന്നുണ്ട്, ആധാർ കാർഡ് തന്നെ വ്യാജമായി ഉണ്ടാക്കി ചില പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൂടെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ ചേച്ചി ബാധിക്കപ്പെട്ടത്. ഒരേ ഒരാൾ 6 പേരെ പറ്റിച്ചിരിക്കുന്നു. 6 ആധാർ കാർഡ് ഉപയോഗിച്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇതിൽ ഒരു വെരിഫിക്കേഷനും കൃത്യമല്ല. വെരിഫിക്കേഷൻ സ്ട്രോങ് ആയിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇന്ന് ഇങ്ങനെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ഹീറോ പറയുന്നു. പക്ഷെ എതിർഭാഗം വക്കീൽ അങ്ങനെയൊന്നുമല്ല, വെരിഫിക്കേഷനൊക്കെ പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ആ സമയം നോക്കി ജഡ്ജിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ജഡ്ജിയുടെ പ്രൊഫൈൽ മാട്രിമോണി സൈറ്റിൽ കണ്ട് പെണ്ണ് വേണമെന്ന് ചോദിക്കുകയാണ്. എടാ, ഞാൻ ജഡ്ജിയാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി എന്ന് പറഞ്ഞ് ജഡ്ജി വഴക്ക് പറയുന്നു. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, സത്യത്തിൽ ഇത് ചെയ്തത് ഞാനാണ് മാഡം. നിങ്ങളുടെ ഫോട്ടോയും ഫോൺ നമ്പറും വെച്ച് ഒരു വ്യാജ ആധാർ കാർഡ് റെഡിയാക്കി ഞാൻ മാട്രിമോണി സൈറ്റിലിട്ടു. വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്കും കോൾ വരാൻ തുടങ്ങി. ഈ ലെവലിലാണ് ഇവരുടെ സെക്യൂരിറ്റി. നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷന് 2 പോലീസുകാർ വന്ന് ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഇത് ജീവിത പ്രശ്നമാണ് മാഡം. എങ്ങനെ മാഡം ഇവരെയൊക്കെ വിശ്വസിക്കുക എന്ന് ചോദിക്കുകയാണ്. എതിർഭാഗം വക്കീൽ പാസ്പോർട്ടും കല്യാണവും തമ്മിൽ എന്ത് ബന്ധം? അങ്ങനെയൊന്നുമില്ല, ഈ മാട്രിമോണി സൈറ്റ് കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോഴാണ് ഹീറോ പറയുന്നത്, ഈ മാട്രിമോണി സൈറ്റ് പ്രോപ്പർ ആയിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന്. ഏകദേശം 80 ഫേക്ക് ബ്രൈഡ്സ് ഇവരുടെ കമ്പനിയിലുണ്ട്. പെൺകുട്ടികളെയൊക്കെ റിജക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായി വെച്ചിരിക്കുകയാണ്. ഒരു ആൺകുട്ടി വരുമ്പോൾ അവന് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ അവൻ ഡിസപ്പോയിന്റഡ് ആകും. പക്ഷെ ഇവർ തന്നെ ആളുകളെ വെച്ച് അവനെ റിജക്ട് ചെയ്ത് പയ്യനിൽ എന്തോ പ്രശ്നമുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നു. അവസാനം ഇവന് കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഈ സൈറ്റിന് ഒരുപാട് കാശ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നിർത്തണം എന്ന് പറയാണ്. അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 80 പെൺകുട്ടികൾ ആ സ്ഥലത്തേക്ക് വരികയാണ്. അതായത് 1 രൂപയോ 2 രൂപയോ ഒന്നുമല്ല, വർഷത്തിൽ 2500 കോടി രൂപ ഈ വെബ്സൈറ്റിൽ ലാഭം ഉണ്ടാക്കി ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഹീറോ തുറന്നു കാട്ടുന്നു. അതുമാത്രമല്ല, 80 പെൺകുട്ടികൾ കോടതിയിൽ വന്നു നിൽക്കുമ്പോൾ ഇതിനൊക്കെ എന്ത് തെളിവാണുള്ളത് എന്ന് എതിർഭാഗം വക്കീൽ ചോദിക്കുകയാണ്. അപ്പോൾ കമ്പനിയിൽ ഉണ്ടായിരുന്നവർ തന്നെ തെളിവുണ്ട് എന്ന് പറഞ്ഞ് കമ്പനി ഓണർ ഭീഷണിപ്പെടുത്തിയതൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അതെല്ലാം കോടതിയിൽ ഹാജരാക്കുന്നു. ഈ തെളിവുകളെല്ലാം കോടതി വെരിഫൈ ചെയ്തിട്ട് മുഴുവൻ തെറ്റും ഈ മാട്രിമോണി സൈറ്റിന്റെ മേലാണ്. ഇവർ പെൺകുട്ടികൾക്ക് സാലറി നൽകുന്നു എന്ന് പറഞ്ഞ് അവർ ഇത്രയും നാൾ അവരുടെ നിയന്ത്രണത്തിൽ വെച്ചത് മാത്രമല്ല, അവരുടെ പേരുപയോഗിച്ച് പലരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതും കണ്ടെത്തുന്നു. അങ്ങനെ ഈ മാട്രിമോണി സൈറ്റിന്റെ ഓണർക്ക് 9 വർഷം തടവ് ശിക്ഷ നൽകുന്നു. ഈ പെൺകുട്ടികൾക്ക് ബുദ്ധി വന്ന് നമ്മൾ കാരണം ഒരുപാട് പേര് ബാധിക്കപ്പെടുന്നുണ്ട്, നമ്മൾക്ക് കാശിനേക്കാൾ അവരുടെ ജീവിതമാണ് മുഖ്യം എന്ന് ധൈര്യമായി കോടതിയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് ഹീറോയിൻ അടക്കം എല്ലാവരെയും വെറുതെ വിടുകയാണ്. അതിനുശേഷം ഒരു റിക്വസ്റ്റ് മാഡം എന്ന് ഹീറോ പറയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെയാണോ ശിക്ഷ കൊടുത്തത് അതുപോലെ എപ്പോഴാ കല്യാണ സദ്യ തരാ എന്ന് ചോദിക്കുന്ന സ്വന്തക്കാർക്കും കൂടെ ഒരു സെഷനിൽ ശിക്ഷ നൽകണം മാഡം, അത് വളരെ പുണ്യമായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ മുഴുവൻ കോടതിയും ചിരിക്കുകയാണ്. അതിനുശേഷം ഹീറോ പുറത്തേക്ക് വരികയാണ്. അവിടെ നിൽക്കുന്ന ജേർണലിസ്റ്റ്, നിങ്ങൾ സൂപ്പറായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത്, അത് മാത്രമല്ല നിങ്ങൾക്ക് കല്യാണം ആയില്ല, ആരും പെണ്ണ് തന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഫീൽ ചെയ്തത് ഞാൻ കണ്ടു, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്, നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഹീറോയിൻ വന്ന് ഹീറോയുടെ കൈ പിടിച്ചു വയ്ക്കുന്നു. അതൊന്നും നടക്കില്ല, കാരണം ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാണ്. ഇതോടെ വളരെ ഹാപ്പി എൻഡിങ് ആയി ഈ സിനിമ അവസാനിക്കുന്നു. സോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.